കാത്തലിക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? സാർവത്രികം എന്നാണ്. ഒരു സഭയ്ക്ക് വേണ്ടി, ഒരു ഗ്രൂപ്പിന് വേണ്ടി നിൽക്കുന്നതല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ പള്ളിയൊക്കെ തുറന്നിടില്ലായിരുന്നു. ഇവിടെ എല്ലാവർക്കും കയറി വരാം. ഒരു സ്കൂളിൽ അവിടെ എല്ലാ സകല മതമൈത്രി, ഏത് സ്ഥാപനത്തിലും എല്ലാം എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റൈലിൽ വരുമ്പോൾ നമ്മൾ ഇത് ഒരു ഗ്രൂപ്പിന് വേണ്ടി നിൽക്കുന്ന പോലെ എന്നുള്ള ഇതിൽ വരും. അതല്ല ആ ഒരു കാഴ്ചപ്പാട്. കാത്തലിക് അതിൻ്റെ അർത്ഥം തന്നെ സാർവത്രികം, എല്ലാവർക്കും വേണ്ടിയാണ്. അത് തന്നെയാണ് അത് കർത്താവിൻ്റെ ഒരു ജീസസ് ക്രൈസ്റ്റിൻ്റെ ആ ഒരു മനോഭാവം. അവിടെ പറഞ്ഞിരിക്കുന്ന വിജാതീയർ ആദ്യം വന്ന് സ്വർഗത്തിൽ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരല്ലാത്തവർ, കത്തോലിക്കരല്ലാത്തവർ, നന്നായിട്ട് ജീവിക്കുന്നവർ, കോൺഷ്യസ്, വളരെ നല്ല മനസാക്ഷിയോടുകൂടി ജീവിക്കുന്നവർ ആദ്യം സ്വർഗരാജ്യം പ്രാപിക്കുന്നവരാണ്. ആ ഒരു കാഴ്ചപ്പാടിലേക്കാണ്. അതിന് സമത്വസുന്ദരമായ എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ആവശ്യം. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ഈ ഓപ്പോസിഷൻ ലീഡർ സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി പറഞ്ഞത് വഖഫ് അമെൻമെന്റ് ബിൽ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നില്ല. ഇത് വഖഫ് അമെൻമെന്റ് ബില്ലിനെ ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നു, ഇത് വഖഫ് അല്ല. അപ്പൊ ഇത് നിങ്ങൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിക്കരുത്. പിന്നെ ഒരു പടി കൂടി കിടന്ന് സതീശൻ പറഞ്ഞത്, ഇതുപോലെ തന്നെ ഈ ചർച്ചിന്റെ ഇരിക്കുന്ന പ്രോപ്പർട്ടീസിന്റെ മേലും കുറച്ചാൾ കഴിയുമ്പോൾ ഇവർ നിയമം കൊണ്ടുവരും. അപ്പോഴും ഞങ്ങൾ നിങ്ങളോട് നിൽക്കും, അപ്പോഴും ഞങ്ങൾ ഒപ്പോസ് ചെയ്യും. അതിനെ കുറിച്ച് എന്താണ്? അതായത് ഇതിലിപ്പോ എന്താണ് ഈ കാരണം ഞാനിത് ഇതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞ ഒരു ചോദ്യം വേറൊരു ചോദ്യമായിട്ട് ചോദിച്ചു എന്നുള്ളത്. അതായത് ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം വളരെ പ്രാക്ടിക്കലായിട്ട് ഈ വഖഫ് ആക്റ്റാണ് യഥാർത്ഥത്തിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് മുനമ്പത്തെ ആളുകളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടാവുന്നത് അത് വിപ്ലവാത്മകമായ ഒരു കാര്യമായിരിക്കും. കാരണം അതായത് സ്വന്തം എക്സിസ്റ്റൻസിന് വേണ്ടി, അസ്തിത്വത്തിന് വേണ്ടി പൊരുതുന്ന ഒരു ജനതയുടെ മുമ്പിൽ ഇത്, കാരണം ഈ അത്യാവശ്യം വിവരമുള്ള ആളുകളെല്ലാം ഈ വഖഫ് അമെൻമെന്റ് ബില്ലിനെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം പാവപ്പെട്ട ജനങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്നാൽ അറിയാം, ഇതുമായി ഈ ഭൂസംരക്ഷണ സമിതി അംഗങ്ങൾ ഈവൻ കേസിന്റെ നമ്പർ എന്നൊക്കെ വിളിച്ചു എന്നുള്ളത് പോലും വളരെ കൃത്യമായിട്ട് നിങ്ങൾ അവർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അറിയാം. അപ്പോൾ സാധാരണക്കാർ പോലും ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സത്വരമായ ഇടപെടലുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഈ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും ഇതിൽ ഒപ്പം ഉണ്ടായിരുന്നില്ല. അവർ വളരെ ശക്തമായിട്ടൊരു സമരം കഴിഞ്ഞ ഞായറാഴ്ച നടത്തി. ഒരു ക്ലബ്ബുകാരൊക്കെ ഒരുങ്ങി, അതായത് കുട്ടികളുടെ ഏറ്റവും ചെറിയ ആളുകളുടെ ഇടയിലേക്ക് പോലും ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുന്നത്, അതായത് വഖഫ് അമെൻമെന്റ് വേറൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ മുനമ്പത്ത് വിഷയം വേറൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് മുനമ്പം കടപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കാം. പക്ഷെ അത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ജേർണലിസ്റ്റുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും, ഇത് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. നമ്മൾ വഖഫ് അമെൻമെന്റ് ബില്ലിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുകൂലിക്കുന്നില്ല. സഭ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ഈ ഒരു വഖഫ് ബോർഡിന് കൊടുത്തിട്ടുള്ള അനിയന്ത്രിതമായ അധികാരങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മുടെ മുമ്പിൽ ഉള്ളത്, നമ്മൾ ഈ ആക്ടിനെ മനസ്സിലാക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള ഈ മുനമ്പം പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നമ്മൾ മറ്റു കണ്ണുകളിലൂടെ ഒന്നും ഇതിനെ കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. പ്രധാനപ്പെട്ട നമ്മുടെ മുമ്പിലുള്ളത് സാധാരണയായ പച്ചയായ മനുഷ്യന്റെ വേദനയും അവരുടെ ജീവിതത്തിന്റെ സഹനങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. അതിലൂടെയാണ് നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ അവസാനം എത്തുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഈ MA നിസാർ കമ്മീഷന്റെ കണ്ടെത്തലുകളെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വഖഫ് ബോർഡ് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ പ്രോപ്പർട്ടി ഏതാണ് എന്ന് നിശ്ചയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള
നമ്മുടെ റൈറ്റുകളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് പൊതുവെ എനിക്ക് തോന്നുന്നത്. അവിടെ വരുന്ന പ്രസംഗങ്ങളും കാര്യങ്ങളിലും ഒക്കെ പറയപ്പെടുന്നു അത് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങളും ഇത് പിന്നെ ഇതിനോട് ചേർത്ത് ചർച്ച് ബില്ലെന്നും പറഞ്ഞുള്ള പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ നമ്മൾ പറഞ്ഞില്ല, എന്തെങ്കിലും അന്യായമായിട്ട് നമ്മൾ നേടിയിട്ടെങ്കിൽ മാത്രമേ പേടിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചർച്ച് ബില്ലെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കാനൊന്നും പോകുന്നില്ല കത്തോലിക്ക സഭ. അപ്പം അതുകൊണ്ട് ഈ അതൊന്നും ചർച്ച് ബില്ലിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠനം നടത്തുമ്പോൾ അറിയാം എന്തൊക്കെയാണ് അതിനകത്ത് വരാൻ പോകുന്ന കാര്യം. പിന്നെ ഈ രണ്ടുപേരും ഈ ചലഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ല, ഈ കരാടെ ഇവരെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, ഇവർ ആരാണ്, ഇവർക്ക് പിന്നിൽ ആരാണ്, അങ്ങനെ എന്തുകൊണ്ട്? കാരണം നമ്മള് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് നമ്മളുടെ മുമ്പിലുള്ളത് എന്ന് പറയുന്നത് ഇവര് ചെയ്തിട്ടാണല്ലോ മൊത്തത്തിൽ ബ്ലോക്ക് ആയത്. അതിന്റെ ഒരു നമ്മളുടെ ആളുകളെ സംബന്ധിച്ച്, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് അവര് വ്യക്തമായിട്ട് ഇതിന്റെ പിന്നാലെ എല്ലാം നടന്നിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് സഭയല്ല ഇതിലേക്ക് ഇടപെട്ടത്, അല്ലെങ്കിൽ മറ്റ് സമുദായ സംഘടനകളെല്ലാം അതിലുണ്ട്. പക്ഷെ അവരൊന്നുമല്ല ഇതിലിടപെട്ടത്. അവിടെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഈ പ്രശ്നത്തിന് എങ്ങനെ, അപ്പോൾ അവരുടെ അന്നുണ്ടായിരുന്ന, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത നിയമത്തിന്റെ, കാരണം ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല, പെട്ടെന്ന് സോൾവ് ചെയ്യപ്പെടാം എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് അവര് ഇതിന്റെ ഓരോ കാര്യങ്ങളിലേക്കും, അതായത് ഇതിന്റെ ഡോക്യുമെന്റ്സ്, ആദ്യം തുടങ്ങിയുള്ള ഡോക്യുമെന്റ്സ് അത് കളക്ട് ചെയ്യുകയും, പിന്നെ ഈ നമ്മുടെ ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് കിട്ടാവുന്ന ആ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുകയും, അവരുടെ നിലപാട് പണ്ട് തുടങ്ങി ഇപ്പോഴും പറയുന്നത് ഇത് ഗിഫ്റ്റഡ് പ്രോപ്പർട്ടി എന്ന് തന്നെയാണ് ഈ ഫാറൂഖ് കോളേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അവർ ഇത് പോയി. പിന്നെ ഇതാരാണ് ഈ നിസാർ കമ്മീഷൻ, പിന്നെ ഈ എന്താണ് വഖഫ് സംരക്ഷണ സമിതി അംഗങ്ങൾ 2 പേര്, അവരാരാണ്, ഇതെല്ലാം അവര് മനസ്സിലാക്കാനും കണ്ടെത്താനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ അവര് അതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മള് ഇതിന്റെ വളരെ വ്യക്തമായിട്ട് അവരുമായിട്ട് സംസാരിച്ച നിങ്ങൾ അങ്ങോട്ട് പോയായിരുന്നു. അപ്പം അവിടുത്തെ ഈ ഇപ്പം ബെന്നിയായിട്ടോ അല്ലെങ്കിൽ ജോസഫ് റോക്കി ഇവരൊക്കെയാണല്ലോ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ജോഷിയച്ഛനും അച്ഛൻ്റെതായ നിലപാടുകൾ ചില സമയത്ത് അച്ഛൻ പിന്നെ ഇത് ഞങ്ങളുടെ ഇപ്പം ചില ഒരു ആർട്ടിക്കിൾ വന്ന് പിന്നെ അച്ഛൻ അത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ പറഞ്ഞ അച്ഛനും ഈ ആക്ടിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കാനും അതിന്റെ ന്യൂആൻസസ് ഒക്കെ കണ്ടെത്താനൊക്കെ ആയിട്ട് അച്ഛനും ശ്രമം നടത്തിയിട്ടുണ്ട് നന്നായിട്ട്. ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ഒരു സൈലൻസ്, അവർക്ക് മുന്നോട്ട് വരാൻ അവര് ഓൾറെഡി ഇതില് അവര് പിന്നെ പറയേണ്ട പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ ആ ഒരു സ്റ്റാൻഡ് തന്നെയാണ് 75-ല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലൂടെ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോ അതായത് ഇത് ഗിഫ്റ്റഡ് പ്രോപ്പർട്ടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ നിസാർ കമ്മീഷന്റെ അടുത്ത് അവര് കൊടുത്തിരിക്കുന്ന മൊഴിയും ഇത് ഗിഫ്റ്റഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടാണ്. ഇല്ല അവര് പറഞ്ഞിട്ടില്ല. ഇപ്പോ ഈ മുസ്ലിം ലീഗിന് ഈ പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അതെങ്ങനെ ഒരു വഖഫ് പ്രോപ്പർട്ടി ഇതുപോലെ വിട്ടുകൊടുക്കുക എന്നുള്ളതിനെതിരെ വികാരമുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇപ്പൊ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്നൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് മുനമ്പം വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് തന്നെയാണ് പറയുന്നത്. അത് സമസ്തയുടെ നിലപാട് കൂടിയാണ്, അതായത് മുസ്ലിം സമുദായത്തിന്റെ നിലപാട് കൂടിയാണ് അതിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി അല്ല ഞാൻ പറയുന്നത്, മുസ്ലിം കമ്മ്യൂണിറ്റികളിൽ തന്നെ പല സംഘടനകളോ വിഭാഗങ്ങളോ ഒക്കെ ഉണ്ടല്ലോ. പൊതുവായിട്ടുള്ളൊരു വികാരം നമ്മൾ മനസ്സിലാക്കുന്നത് അത് മുനമ്പം പ്രോപ്പർട്ടിയുടെ ഈ ഒരു ഡീഡിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, കേട്ടിട്ടുള്ളതും അത് തന്നെയാണ്. ഓക്കെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. നമ്മുടെ ഒരു ജനാധിപത്യവും ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അങ്ങനെ ഉണ്ടാവാം. പക്ഷെ പൊതുവായിട്ടുള്ളൊരു വികാരം അത് തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുനമ്പം പ്രശ്നം ഇപ്പൊ മുനമ്പത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. കേരളത്തിൽ ഇപ്പൊ 3 ബൈ ഇലക്ഷൻസ് നടക്കുന്നുണ്ട്.
അവിടെയൊക്കെ ഇത് ചർച്ചയാവുന്നുള്ളൂ. ഇലക്ഷനിൽ ഇത് ഏതെങ്കിലും രീതിയിൽ റിഫ്ലക്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോഴത്തെ സത്യം പറഞ്ഞാല് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം പഠിക്കാനുള്ള ഒരു സമയം സത്യം പറഞ്ഞാൽ അതാണ്. കാരണം മിക്കവാറും പിതാവാണെങ്കിലും ഞാനാണെങ്കിലും കൂടുതൽ സമയം ഇപ്പോ ഓഫീസിലല്ല സ്പെൻഡ് ചെയ്യുന്നത്, ഞങ്ങൾ മുനമ്പത്താണ് സ്പെൻഡ് ചെയ്യുന്നത്. മാത്രമല്ല അത് മുതലെടുക്കാനായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഒരു കുഴപ്പമില്ലാത്ത വിധത്തിലാണ് നമ്മൾ ഇവിടുത്തെ നടത്തുന്നത്. പലയിടത്തും ഞങ്ങളെ വിളിക്കുന്നുണ്ട്, അവിടെ വന്ന് ഒരു ഇത് ചെയ്യൂ, ഇവിടെ വന്ന് ചെയ്യൂ. ഞങ്ങൾ ഇവിടുത്തും പോകുന്നില്ല. കാരണം നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 16-ാം തീയതി കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ഈ പാലക്കാടത്തെ ഇലക്ഷൻ 20-ാം തീയതി മാറ്റിയതുകൊണ്ട് ഇനി അത് നീണ്ടുപോകുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എങ്ങനെയായാലും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മുനമ്പത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നുള്ള ഒരു പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മളുടെ നേതാവിന്റെ സ്ഥലം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു മുഖ്യമന്ത്രിയെ ബഹുമാനിക്കുക, പ്രധാനമന്ത്രിയെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഒരു പാർട്ടിയുടെ ഇതല്ല. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഓരോ ഭരിക്കുന്ന ആളുകൾ, അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പൊളിറ്റീഷ്യൻസിനെ കുറിച്ച് പറയുന്നത് ദേ ഹാവ് ടു ബി മിസ്റ്റിക്സ്. അങ്ങനെ ആയിരിക്കണം. അന്ന് കഴിയുമ്പോഴാണ് എല്ലാവരും ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റോടുകൂടി തന്നെ മുഖ്യമന്ത്രിയെ കാണുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. കഴിഞ്ഞ ദിവസം ഈ മൈനോറിറ്റി അഫയേഴ്സിന്റെ മിനിസ്റ്ററുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. മുൻപത്തെ വിഷയം ഏറ്റവും ഗംഭീരമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുന്നു. അപ്പം അത്തരത്തിലുള്ള മിനിസ്റ്റർ വിളിക്കുകയോ സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? നമ്മൾ മിനിസ്റ്റർ കണ്ടല്ലോ. അതായത് ഞാൻ ഉൾപ്പെട്ട ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി, നമ്മളുടെ ഞങ്ങൾ KRLCCയുടെ റെപ്രസെൻറ്റേറ്റീവ്സ്, സഭയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം കൂടെ നമ്മൾ പോയി 2 തവണ വഖഫ് മന്ത്രി അബ്ദുറഹ്മാൻ സാറായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. നമ്മുടെ ആശങ്കകളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ യൂണിയൻ സ്റ്റേറ്റിന്റെ അബ്ദുറഹ്മാൻ സാറിനെ കണ്ടിരുന്നു നമ്മൾ. ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഞങ്ങള് JPCനെ കാണാനായിട്ട് ബാംഗ്ലൂർ പോയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ നിന്നുള്ള വികാരിച്ചനും ഈ നമ്മളുടെ ഭൂസംരക്ഷണ സമിതി അംഗങ്ങളും ഞാനും ഉൾപ്പെട്ട ഒരു ടീം പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വഖഫ് ബോർഡിലെ ആളുകളും ഒക്കെ ആയിട്ട് നമ്മൾ വളരെ സൗമ്യമായിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ അന്ന് നടത്തിയിരുന്നു.